ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 മെയ്യിൽ നടന്ന ഒരു കേരള പി എസ് സിയുടെ ഒരു LGS, അതേപോലെ സെക്യൂരിറ്റി ഗാർഡ്, ഗ്രേഡ് 2 ആയ, പ്യൂണ്, വാച്ച്മാൻ, കുറച്ച് കോമൺ ആയിട്ടുള്ള പോസ്റ്റുകൾക്ക് വേണ്ടി നടന്ന ഒരു എക്സാമാണ്. സോ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ്. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ലിങ്ക് ഉണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാം. അതിൻ്റെ മുമ്പ് ആദ്യമായിട്ട് ഇതിൽ പ്രീവിയസ് എത്രത്തോളം ചോദിച്ചിട്ടുണ്ടെന്നുള്ള ജസ്റ്റ് എന്ത് ചെയ്യാം, ഞാൻ ആദ്യം ഒന്ന് പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദാദാഭായ് നവറോജിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പ്രീവിയസ് ആണ്. ഇതിലുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടിരിക്കുന്ന ഒക്കെ എന്താണ്, പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ ജന്മാവകാശം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1857 വിപ്ലവത്തിൻ്റെ കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കിറ്റ് ഇന്ത്യ സമര നായിക, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, അതേപോലെ ഈ മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെന്താണ് കാലഗണന അനുസരിച്ചിട്ട്, ഇതിലുള്ളൊക്കെ ഇയർ ചോദിച്ചാണ്, ഓൾറെഡി മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ചേരുംപടി ചേർക്കാനുള്ളതിൽ ഒക്കെ ആത്മവിദ്യാസംഘം, പ്രത്യക്ഷ ദേവസഭ ഒക്കെ ഇതിലെല്ലാം ചോദിച്ചാണ്. താഴെ കൊടുത്തിരിക്കുന്ന ചട്ടമ്പി സ്വാമി എഴുതിച്ച കൃതി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത്, അതായത് ആദ്യത്തെ 10 ക്വസ്റ്റ്യനിൽ 10 റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അതായത് ഡിഗ്രി ലെവൽ ഒഴിച്ച് ബാക്കിയുള്ള കേരള പി സിയുടെ ഇപ്പോൾ എക്സാം നടക്കുന്ന മിക്കവാറും എല്ലാ എക്സാമുകളിലും എന്ത് തന്നെയാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഏകദേശം ഒരു 70-80% ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരിക്കലും മിസ് ചെയ്യരുത്. അതിൻ്റെ ഒപ്പം കുറച്ചുകൂടി നമുക്ക് എഴുതാൻ പറ്റുമ്പോഴാണ് റാങ്ക് ലിസ്റ്റിൽ എന്ത് ചെയ്യുന്നത്, ടോപ്പിലേക്ക് വരുന്നത്. സോ എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളതും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള മെയിനായിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ട ഒരു പോർഷൻ ഏതൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യുക, ഞാനൊന്ന് പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നത് ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാ? ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ആര്? ദാദാഭായ് നവറോജി. പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്, കറക്റ്റാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ അദ്ദേഹമല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാ? എ.ഒ. ഹ്യൂമാണ്. ഓക്കെ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു, ശരിയാണ്. സോ ഇതിലേതൊക്കെ വരിക? 1, 2, 4. ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ദാദാഭായ് നവറോജിയായിട്ട് ബന്ധപ്പെട്ടില്ല കുറച്ച് കാര്യങ്ങളോട് പറയാം. ദാദാഭായ് നവറോജിയെ ബന്ധപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ, ഒന്നാമത് കോൺഗ്രസിന് ആ പേര്, കോൺഗ്രസുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധമുണ്ട്, നല്ല ബന്ധമുണ്ട്. എന്നാൽ കോൺഗ്രസിന് ഒന്നാമത് ആ പേര് കോൺഗ്രസ് എന്നുള്ള പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. പക്ഷേ കോൺഗ്രസ് രൂപീകരിക്കുന്ന അദ്ദേഹമല്ല, എ.ഒ. ഹ്യൂമാണ്. ഇനി കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ പ്രസിഡന്റ് ഇയാളായിരുന്നു. ഫസ്റ്റ് പ്രസിഡന്റ് ആരാ? W.C. ബാനർജിയാണ്. W.C. ബാനർജിയാണ് ഫസ്റ്റ് പ്രസിഡന്റ് ആവുന്നത്. കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ പ്രസിഡന്റ് ആരാണ്? ഈ ദാദാഭായ് നവറോജിയാണ്. ഇനി ഇന്ത്യയുടെ ദേശീയ വരുമാനം, അതേപോലെ പ്രതിശീർഷ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയത് ആരാണ്? ഈ ദാദാഭായ് നവറോജിയാണ് കേട്ടോ, മറന്നു വരുതേ. ഇന്ത്യയുടെ ദേശീയ വരുമാനം, നാഷണൽ ഇൻകവും അതേപോലെ പ്രതിശീർഷ വരുമാനം, പെർ ക്യാപിറ്റ ഇൻകവും ആദ്യമായിട്ട് കണക്കാക്കുന്നത് ഈ ദാദാഭായ് നവറോജിയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരു പേരുണ്ടെന്ന് അറിയൂ, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവെന്നും അറിയൂ, പിന്നെന്താ, ഇന്ത്യൻ രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെ പിതാവെന്നും അറിയപ്പെടും കേട്ടോ, മാറിപ്പോയല്ലേ. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെ പിതാവ് ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, ചോർച്ച സിദ്ധാന്തം മറന്നുപോയത്, ചോർച്ച സിദ്ധാന്തവും അദ്ദേഹത്തിൻ്റെയാണ്, ഓൾറെഡി ചോദിച്ചാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ഇതിൽ പറയുന്നത്? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്ന ആരാണ്? ബാലഗംഗാധര തിലകാണ്. എത്രയോ പ്രാവശ്യം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ബാലഗംഗാധര തിലകുമായിട്ട് ബന്ധപ്പെട്ട എപ്പോഴും ചോദിക്കുന്ന 2 പത്രങ്ങളുണ്ട്. ഓക്കെ, ഏതൊക്കെയാണത്? കേസരിയും മറാത്തയും. ഓക്കെ, ബാലഗംഗാധര തിലക് ആരംഭിച്ച 2 പ്രസിദ്ധീകരണങ്ങളാണ് കേസരിയും മറാത്തയും. സോ ഇതിൽ പത്രങ്ങൾ മാത്രമല്ല, പത്രങ്ങളുടെ ഏത് ലാംഗ്വേജിലാണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ചോദിക്കാറുണ്ട്. മറാത്ത പത്രം ഇംഗ്ലീഷ് ഭാഷയിലാണ്, കേസരി പത്രം മറാത്ത ഭാഷയിലാണ്. അന്നേരം എന്ത് ചെയ്താൽ മതി, നിങ്ങളിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ആ പേരുമായിട്ടൊരു ബന്ധമില്ല ലാംഗ്വേജിന്, അല്ലേ? മറാത്ത പത്രം ഇംഗ്ലീഷ്, അതുപോലെ കേസരി പത്രം മറാത്ത. സോ അപ്പോൾ ആണെങ്കിൽ നിങ്ങൾക്കത് കിട്ടും, ഓപ്ഷനിൽ കാണുമ്പോൾ എന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കോളും. ഇനി അടുത്ത ബാലഗംഗാധര തിലകുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ 2 ബുക്കുകളാണ്. ഒന്ന് ഗീതാരഹസ്യം അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. അതേപോലെ ആർട്ടിക് ഹോം ഇൻ വേദാസ്. ആർട്ടിക് ഹോം ഇൻ വേദാസും ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക് ഹോം ഇൻ വേദാസ് ആണ് മനുഷ്യൻ്റെ മുന്നേ കാലമുള്ള ചരിത്രത്തൊക്കെ പറ്റി പറയുന്നവരാണ്. ഗീതാരഹസ്യവും അദ്ദേഹത്തിൻ്റെ ബുക്കാണ്. ഇനി ഇദ്ദേഹം കോൺഗ്രസിൻ്റെ
കോൺഗ്രസിന് നിങ്ങൾക്കറിയാം ANC സമ്മേളനങ്ങൾ, വാർഷിക സമ്മേളനങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിളിച്ച് കളിയാക്കിയത് ആരായിരുന്നു? ഈ ബാലഗംഗാധര തിലകായിരുന്നു. ബാലഗംഗാധര തിലകാണ് എന്താ തീവ്രവാദ ഗ്രൂപ്പുകളിലെ മെയിൻ ലീഡർ നടന്നത് കേട്ടോ. മിതവാദികളുണ്ട്, നിങ്ങൾക്കറിയാം മിതവാദികളും തീവ്രവാദികളുണ്ട്. ആ തീവ്രവാദി വിഭാഗത്തിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ആരായിരുന്നു? ഈ ബാലഗംഗാധര തിലകായിരുന്നു. ഇനി അദ്ദേഹം കൊണ്ടുവന്നൊരു മൂവ്മെൻ്റാണ് ഏത്? ഹോം റൂൾ മൂവ്മെൻറ്റ്. ഹോം റൂൾ പ്രസ്ഥാനം 1916 എവിടെ ആരംഭിച്ചു? പൂനെയിൽ കേട്ടോ. മറന്നു പോയത് പൂനെയൊക്കെ ഓർത്ത് നോക്കണം, അത് കറക്റ്റായിട്ട് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ആനി ബസൻ്റെ വേറെ സ്ഥലത്തൊക്കെ ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പൂനെ ബാലഗംഗാധര തിലകാണ് സ്റ്റാർട്ട് ചെയ്തത്. പൂനെയിൽ ഹോം റൂൾ മൂവ്മെൻറ്റ് സ്ഥാപിച്ചത് 1916 ബാലഗംഗാധര തിലകാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് കൂടി എന്ത് ചെയ്യണം? ഒന്ന് നോക്കണം കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്ന 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. പ്രധാനപ്പെട്ട കാരണങ്ങൾ: ഒന്ന്, കർഷകരുടെ ദുരിതങ്ങൾ. നിങ്ങൾക്കറിയാം ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്നതാണ്. കർഷകരുടെ ദുരിതങ്ങൾ എന്തായാലും ഉണ്ടാവും, കാരണം നന്നായിട്ട് നികുതി ചുമത്തുന്നുണ്ട്. കർഷകർ എന്തായാലും എന്ത് ചെയ്യുന്നുണ്ടാവും? ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. ഇനി കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം ഉറപ്പായിട്ടും ഉണ്ടാവും. രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, രാജാക്കന്മാർക്ക് അപ്പയ പ്രശ്നമുണ്ട്, കാരണം ഇവർ എന്താണ് പല നാട്ടുരാജ്യങ്ങളെ യോജിപ്പിക്കാനൊക്കെ പല കുതന്ത്രങ്ങളും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? യോജിച്ചിട്ടുണ്ട്. അപ്പോൾ രാജാക്കന്മാർക്ക് ഓൾറെഡി പ്രശ്നങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് ഒക്കെയാണ് ആ സമയത്തെ ഒരു കാരണങ്ങൾ. ഇനി ശിപായിമാരുടെ ദുരിതങ്ങൾ. ശിപായി ലഹള തന്നെയാണ് 1857 വിപ്ലവം അറിയപ്പെടുന്നത്. സോ ഇതിലെല്ലാം എന്താണ്? ഇവയെല്ലാം എന്നുള്ളതാണ് പ്രധാന കാരണങ്ങൾ. ഇനി ഇതിലെ മെയിൻ കാരണങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ 1857 വിപ്ലവത്തിൻ്റെ മെയിൻ കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് 1848 ദത്തവകാശ നിരോധന നിയമം കേട്ടോ. ഈ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ 3 ഇയറുകളും എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് പഠിച്ചു നോക്കണം. 1848 ദത്തവകാശ നിരോധന നിയമം, ദത്തെടുക്കാൻ പറ്റില്ല എന്നുള്ള നിരോധിച്ചുകൊണ്ടുള്ള നിയമം, ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്നാണ് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്. ഇനി 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം. ഓക്കെ, അതും ഹിന്ദുക്കൾക്കിടയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കുറേ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ടാകും. അതേപോലെ 1856 ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്ട്. ഓക്കെ, 1856 രണ്ടെണ്ണമായ അപ്പോൾ പഠിക്കാം. ഏതൊക്കെയാണ്? ഹിന്ദു വിധവ പുനർവിവാഹ നിയമവും അതേപോലെ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് നിയമം. ഇത് രണ്ടും ഓർത്തുക. 1841 ദത്താവകാശ നിരോധനമൊക്കെ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നിരോധിക്കുന്നുണ്ട്. എന്നാലും ഈ തുടക്കം ആരായിരുന്നു എന്നുള്ളത്, ഏത് ഇയറാണെന്നുള്ളത് എന്ത് ചെയ്യണം? ഒന്ന് ഓർത്തുക. ഇനി അടുത്ത് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരാണ്? ഒത്തിരിയോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താണ്. നിങ്ങൾക്കറിയാം അരുണ ആസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ നായിക. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് പറയുമ്പോൾ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ഉണ്ടാവില്ല. ഇപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? ജയപ്രകാശ് നാരായണൻ കേട്ടോ. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണൻ. ഇനി നിങ്ങൾക്കറിയാം ക്വിറ്റ് ഇന്ത്യ നടക്കുന്നത് ഏത് ഇയറാണ്? 1942 എന്ത് ചെയ്യുന്നത്? ക്വിറ്റ് ഇന്ത്യ നടക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ ആ സമയത്തെ വൈസ്രോയ് ആരാ? ലിൻലിത്ത് ഗുവാണ് ആ സമയത്തെ വൈസ്രോയ്. ഇനി ആ സമയം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദായിരുന്നു. മൗലാന അബ്ദുൽ കലാമിൻ്റെ ആസാദിൻ്റെ പ്രത്യേകത എന്താ? INC പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം INC, അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരുന്നത് ഈ മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഓക്കെ, ഇനി ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാ? ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ക്വിറ്റ് ഇന്ത്യ സമയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം ഇപ്പോൾ അടുത്ത് റീസെൻ്റായിട്ട് തന്നെ അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് ബോംബെയിലാണ്. ബോംബെയിലെ ഗോളിയാർ ടാങ്ക് മൈതാനം. ഓക്കെ, അവിടെയാണ് എന്ത് ചെയ്യുന്നത്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നത് INC. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി കേട്ടോ. ഇത് എല്ലാവരും തെറ്റിക്കുക നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി പ്രത്യേകിച്ച് ഈ ഒരു പേരിൽ ഇതേ സമാനമായിട്ടുള്ള പേരിൽ കുറേ എന്തുണ്ട് ഓർഗനൈസേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. ഓക്കെ, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ആരാ? സൂര്യസെൻ ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് സൂര്യസെൻ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. ഇതേ പേരിലുള്ള ഒന്ന് രണ്ടെണ്ണം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഒന്ന് ഇന്ത്യൻ നാഷണൽ ആർമിയാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ എന്ന് വെച്ചാൽ റാഷ് ബിഹാരി ബോസ് ആണ് കേട്ടോ. സുഭാഷ് ചന്ദ്രബോസിലേക്കൊന്നും പോരുതേ, കാരണം സ്ഥാപകൻ ആരാണ്? റാഷ് ബിഹാരി ബോസാണ്. റാഷ് ബിഹാരി ബോസാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? സുഭാഷ് ചന്ദ്രബോസിന് ഇത് കൈമാറുന്നത്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെയും അതേപോലെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെയും നേതൃത്വം കൈമാറിയത് ആരാണ്? ഈ റാഷ് ബിഹാരി ബോസാണ്. കാരണം റാഷ് ബിഹാരി ബോസാണ് അത് രണ്ടും സ്ഥാപിക്കുന്നത്. ഇനി വേറൊരു സാധനമുണ്ട്, ഭഗത് സിംഗ് തുടങ്ങിയത് നവജവാൻ ഭാരത് സഭ. 1926 പഞ്ചാബിൽ ഭഗത് സിംഗ് സ്ഥാപിച്ച സംഘടനയാണ് ഇത് നവജവാൻ ഭാരത് സഭ കേട്ടോ. ഭാരത് സഭ എന്ന് പറയുമ്പോൾ ഭഗത് എന്നുള്ളത് അവരത് കിട്ടും. ആ രാ മാറ്റിയിട്ട് ആയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഭഗത് എന്നുള്ളത് കിട്ടും. പിന്നെ സിംഗിൽ സഭയുണ്ട്. ഓക്കെ, അത് കുറച്ചൊക്കെ അവിടെ കണക്ട് ചെയ്തിട്ട് തന്നെ ഓർത്ത് വെക്കാൻ പറ്റും.
ഇനി 6 താഴെ കൊടുത്തിരിക്കുന്ന മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മലബാർ കലാപമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ കറക്റ്റായിട്ടുള്ള ഏതാണ്? മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നത് ശരിയാണ്. മലബാർ സ്പെഷ്യൽ ഫോഴ്സ് പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ എന്ത് ചെയ്തിട്ടുണ്ട്? രൂപീകരിച്ചിട്ടുണ്ട്. ഇനി കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ശരിയാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന് കാരണം. അതും ശരിയായിട്ട് പറയാം. സോ 6ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാ? 6ൻ്റെ ആൻസർ ഡി ആണ്. ഓക്കെ, ഫുള്ളാണ്. 1 2 3 4 ആൻസറാണ്. ഓക്കെ, മാപ്പിള കലാപങ്ങൾക്ക് ഇതൊക്കെ കാരണമായിട്ടുണ്ട്. ഈ മാപ്പിള കലാപങ്ങൾ മലബാർ കലാപമായിട്ട് മാപ്പിള കലാപമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ എന്താ? മാപ്പിള ലഹരിയുടെ തുടർച്ചയായിട്ട് 1921 വന്നാണ് ഇത് മലബാർ കലാപം. മലബാർ കലാപം ഇയർ ചോദിക്കാറുണ്ട് 1921. ഈ മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് അന്നത്തെ മലബാർ കളക്ടറായിരുന്ന ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആരാ? HV കൊനോലി കേട്ടോ. അത് ആ പേര് തന്നെ ഉണ്ട്, കൊന്നോളി എന്നുള്ളതെന്ന് ഓർത്ത് വെച്ചാൽ മതി. HV കൊനോലി. ഇനി 1921 മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന ഒരു പ്രധാന സംഭവമാണ് പൂക്കോട്ട് യുദ്ധം. ഇതെങ്ങനെയാണ് ചോദിക്കുന്നത് അറിയാം? പൂക്കോട്ട് യുദ്ധം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, മറന്നുകൊണ്ട. പൂക്കോട്ട് യുദ്ധം മലബാർ കലാപമായിട്ടാണ് ബന്ധപ്പെട്ടത്. ഇനി 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസുകാർക്കെതിരെ ശക്തമായി പോരാടിയ വനിതയാണ് ആര്? കമ്മത്ത് ചെന്നമ്മ. നമ്മൾ ചെന്നമ്മ എന്നൊക്കെ പറയാറുണ്ട്. കമ്മത്ത് ചെന്നമ്മ. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും, കമ്മത്ത് ചെന്നമ്മ ഏത് വിപ്ലവം കലാപമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചുള്ളതാണ് മലബാർ കലാപമാണ്. ഇനി കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുക. നിങ്ങൾ പറഞ്ഞ ഇതിൽ ഓരോ കാലവും പറഞ്ഞ കുണ്ട്ര വിളംബരവും അതേപോലെ നിവർത്തന പ്രക്ഷോഭവും മലയാളി മെമ്മോറിയൽ ഗുരുവായൂർ സത്യാഗ്രഹം. ഇതിലേതാ വരിക? ഓരോന്നായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഏതാ വരുന്നത്? കുണ്ട്ര വിളംബരമാണ്. ഓക്കെ, പിന്നെ വരുന്നത് മലയാളി മെമ്മോറിയൽ. സോ 1 3 4 2 അല്ലേ? 1 3 ഓരോന്നിൻ്റെ ഇയർ ഏതൊക്കെയാണ്? ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി, ഞാനത് പറഞ്ഞുതരാം ഓരോന്നായിട്ട്. കുണ്ട്ര വിളംബരം ആദ്യമായിട്ട് നടക്കുന്നത് 1909 ജനുവരി 11 വരെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വിത്ത് ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. വേലുത്തമ്പി ദളവയാണ് കുണ്ട്ര വിളംബരം നടത്തുന്നത് 1809. ഇയർ മറന്നുകൊണ്ട ജനുവരി 11. വിത്ത് ഡേറ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വിത്ത് ഡേറ്റ് ആണ്, മറന്നുകൊണ്ട. കാരണം വിത്ത് ഡേറ്റ് എന്ന് പറയുമ്പോൾ 1809 തന്നെ വേറെ ഏതൊക്കെ ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡേറ്റ് ഓർത്ത് വെക്കുന്നത് പറഞ്ഞത്. ഇനി അതിലടുത്ത് രണ്ടാമത്തെ ഒന്നുണ്ടായിരുന്നു. ഇത് മലയാളി മെമ്മോറിയൽ അത് രണ്ടാമത്തെ വരുന്നത്. മലയാളി മെമ്മോറിയലിൻ്റെ പ്രത്യേകത എന്താ? മലയാളി മെമ്മോറിയലാണ് സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാധാന്യം ആവശ്യപ്പെട്ട് നടത്തിയതാണ് ഇത് മലയാളി മെമ്മോറിയൽ. ഒക്കെ മറന്നുകൊണ്ട. മലയാളി മെമ്മോറിയൽ ആരെ മലയാളി മെമ്മോറിയൽ കൊടുക്കുന്നത്? GP പിള്ളയാണ്. അതായത് 1028 പേർ ഒപ്പിട്ട ഒരു നിവേദനം ആർക്ക് കൊടുക്കും? 1891 ജനുവരി 1 ആർക്ക് കൊടുക്കും? തിരുവിതാംകൂർ രാജാവായിട്ടുള്ള ശ്രീമൂലം തിരുനാളിന് കൊടുക്കും. 1891 ജനുവരി 1 കേട്ടോ. അപ്പോൾ GP പിള്ളയാണ് സമർപ്പിക്കുന്നത് മലയാളി മെമ്മോറിയൽ. മറന്നുകൊണ്ട. ഈഴ മെമ്മോറിയലായിട്ട് മാറിപ്പോകണ്ട. ഈഴ മെമ്മോറിയൽ വേറെ തന്നെയാണ്. ഓക്കെ, അത് ഡോക്ടർ പൽപ്പുമാണ്. ഇനി അടുത്ത അതിൽ പറഞ്ഞിരിക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം അല്ലേ? 1931 നവംബർ 1 എന്ത് ചെയ്യുന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ഞാൻ പറഞ്ഞു പ്രസിഡന്റും സെക്രട്ടറിയും പഠിക്കണം. പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, സെക്രട്ടറി K കേളപ്പൻ. സെക്രട്ടറിൻ്റെ ഓർത്ത് വെച്ചാൽ 2 Kയും കൂടി കിട്ടും. കാരണം ഇത് രണ്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പ്രസിഡന്റ് ആരാ, സെക്രട്ടറി ആരാന്നൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന AK ഗോപാലൻ. മറന്നുകൊണ്ടേ, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റനാണ് AK ഗോപാലൻ, AKG. റെഡി? ഇനി അടുത്ത നമുക്കതിൽ ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു? നിവർത്തന പ്രക്ഷോഭം അല്ലേ? ഓക്കെ, ലാസ്റ്റിലത്തെ നിവർത്തന പ്രക്ഷോഭം. ഓക്കെ, അത് സോ ഇതുവരെയുള്ള ഇയറൊക്കെ പഠിച്ചല്ലോ. ഇനി നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഇയർ ഏതാ? 1931 കേട്ടോ. 32 നിവർത്തന പ്രക്ഷോഭം. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും എന്ത് ചെയ്യണം? ജനസംഖ്യാനുപാതികമായിട്ട് സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 ആരംഭിച്ച പ്രക്ഷോഭമാണ് ഇത് ഈ നിവർത്തന പ്രക്ഷോഭം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസംഗമുണ്ട്, C കേശവൻ്റെ ഒരു പ്രസംഗം, കോഴഞ്ചേരി പ്രസംഗം. അത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കൽ ഇങ്ങനെയാണ്: കോഴഞ്ചേരി പ്രസംഗം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരു നിവർത്തന പ്രക്ഷോഭമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ പ്രസംഗം നടന്നത് 1935 കേട്ടോ. നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത് ഏത് ഇയറിലാണ്? നിവർത്തന പ്രക്ഷോഭം 1932. ഓക്കെ, മറന്നുകൊണ്ടേ. ഇനി അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കാനാണ്. ഒക്കെ പ്രീവിയസ് ആയിട്ട് തന്നെ ചോദിച്ച ക്വസ്റ്റ്യനാണ്. അയ്യങ്കാളി എന്താ? സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. പൊയ്കേൽ ശ്രീകുമാര ഗുരുദേവൻ, പൊയ്കേൽ യോഹന്നാൻ എന്ന് പറയുന്ന പൊയ്കേൽ ശ്രീകുമാര ഗുരുദേവൻ്റെ സംഘടനയാണിത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അതേപോലെ വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. സ്വാമി സമാജം സ്വാസ എന്നുള്ള രീതിയിൽ ഓർത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്വാമി സമാജം. സോ ഇതിലിപ്പോൾ ഏതാ വരുമെന്ന്? 1 1 2 ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. 2 3 3 4 4 1. അപ്പോൾ A തന്നെയാണ്, ഓപ്ഷൻ A തന്നെയാണ് ആൻസർ ആയിട്ട് വരിക.
കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവരൊക്കെ ഒത്തിരി ഡിസ്കസ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, ഈ സംഘടനയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല ഓർത്ത് നോക്കണം. ഇതിൽ നേരത്തെ ഏതൊരു ക്വസ്റ്റ്യൻ്റെതാണ്, ഒരു കട്ടിങ്സ് ആണ് അവിടെ കാണുന്നത്. ഓക്കെ, ഈ കട്ടിങ്സ് കാണുന്നത് അവിടെ ക്വസ്റ്റ്യൻ ഏതാണെന്നുള്ളത് അത് നോക്കി നോക്കും, അത് ഏത് ക്വസ്റ്റ്യൻ്റെ കട്ടിങ് ആണെന്നുള്ളത്. ഗുരുവായൂർ നിവർത്തന പ്രശ്നം, ഗുരുവായൂർ സത്യാഗ്രഹം. ഇതിൽ തെറ്റില്ല, അത് നോക്കാം. എന്തായാലും വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട കട്ടിങ്ങാണ് ഈ കാണുന്നത്. വൈക്കം സത്യാഗ്രഹം ജസ്റ്റ് പറഞ്ഞുതരാം, ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ വേണ്ടി ഇവിടെ കട്ട് ചെയ്ത് വെച്ചാണ്, ജസ്റ്റ് ഷൂട്ട് ചെയ്താൽ പറയാം കേട്ടോ, പേജ് മാറിയതാണ്. 1924 മാർച്ച് 30 എന്ത് ചെയ്യുന്നത്, വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. വൈക്കം സത്യാഗ്രഹം ഇനി ഇത് മെയിനായിട്ട് ഓർത്തോക്കേണ്ട ആളുകൾ, കുഞ്ഞാപ്പി, ബാഹുലെ, ഗോവിന്ദ പണിക്കർ സമരം ആരംഭിച്ചത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ് എന്ത് ചെയ്യുന്നത്, സത്യാഗ്രഹം നടന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആണ്, ആ ഒരു കട്ടിങ്ങാണ് അവിടെ കാണുന്നത് കേട്ടോ. 10ാമത്തെ ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ശരിയായത് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നില്ലേ. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ളത്, 9 ഞാൻ പറയാം കേട്ടോ, ജസ്റ്റ് പറഞ്ഞാൽ. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന ഫസ്റ്റത്തത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ടി.കെ. മാധവൻ കറക്റ്റാണ്. A.K. ഗോപാലൻ വളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു, തെറ്റാണ്. A.K. ഗോപാലൻ എവിടെയാണ് വരുന്നത്, ഗുരുവായൂർ സത്യാഗ്രഹത്തിലാണ്. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു A.K. ഗോപാലൻ വരുന്നത് ഗുരുവായൂർ സത്യാഗ്രഹത്തിലാണെന്നുള്ളത്. മന്നത്ത് പത്മനാഭ സവർണനാഥൻ രചിച്ചു, ശരിയാണ്. അപ്പോൾ ഇതിൽ 10 ഏതൊക്കെ ശരിയായിട്ട് വരുന്നത്, 10 കീ എന്ന് പറയുന്നത് 10 കീ ബി ആണ്. പി എന്ന് പറയുമ്പോൾ 1, 2, 4 കറക്റ്റാണ്, 1, 2, 4. ഓക്കെ, അതിൻ്റെ ഇതാണ് കട്ടിങ്ങാണ് ഇവിടുത്തെ കണ്ടിരിക്കുന്നത്. 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ് സത്യാഗ്രഹം നടക്കുന്നത് കേട്ടോ, കോട്ടയത്തുള്ള. അതേപോലെ വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിൻ്റെ തീരത്താണ്. ഈ വൈക്കം സത്യാഗ്രഹം ബന്ധപ്പെട്ട ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് അറിയാം. ഈ പഞ്ചാബിൽ നിന്ന് വന്ന ഒരു വിഭാഗം ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സത്യാഗ്രഹത്തിന് ഒരു അനുഭവം പ്രകടിപ്പിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അവരെ അറിയപ്പെടുന്നതാണ് അകാലികളുടെ നേതാവായിരുന്നു ആര്, ലാലാ ലാൽ സിംഗ്. ഓക്കെ, അത് മറന്നുകൊണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചു. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ വിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു 9ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരുന്നതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാ താഴെ കൊടുത്തിരിക്കുന്നതിൽ? ഇതിൽ 3 ആരുടെയാ? 3 ശ്രീനാരായണ ഗുരുവിൻ്റെ, 1 മാത്രമേ ചട്ടമ്പി സ്വാമി. വേദാധികാര നിരൂപണമാണ് എൻ്റെ ചട്ടമ്പി സ്വാമികളുടെ കൃതിയായിട്ട് വരുന്നത് കേട്ടോ, മറന്നുകൊണ്ടേ. ചട്ടമ്പി സ്വാമികളുടെ ഇത്രയും ബുക്കുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ എന്താണ്, ചട്ടമ്പി സ്വാമികളുടെ പഠിക്കേണ്ട ബുക്കുകളാണ്. ആ മഞ്ഞ മാർക്ക് ചെയ്തത് മെയിനായിട്ട് പഠിക്കുക. അദ്വൈത ചിന്താ പദ്ധതി, കേരളത്തിലെ ദേശനാമങ്ങൾ, ആദിഭാഷ, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, വേദാധികാരണ നിരൂപണം, പ്രാചീന മലയാളം, ക്രിസ്തുമത നിരൂപണം. ഈ നിരൂപണം എന്ന് വരുന്ന പേരിൽ തന്നെ ഉണ്ട് ഒരു 3. സോ അതവിടെ നിങ്ങൾക്ക് കിട്ടുമല്ലോ, ചട്ടമ്പി സ്വാമികളാണ് നിരൂപിക്കുന്നത്. ഇനി ഖണ്ഡനം, മോക്ഷപ്രദീപ ഖണ്ഡനം. ഓക്കെ, പിന്നെ ഉള്ളത് അതുപോലെ തന്നെ പഠിച്ചത്. അതിൽ ബാക്കിയുള്ള തന്നിരിക്കുന്ന 3 വേറെ 3 തന്നിട്ടുണ്ടല്ലോ. ദർശനമാല, ആത്മോപദേശ ശതകവും അതേപോലെ ദൈവദേശകവും. ഇത് 3 ആരുടെയാണ്? ഇത് 3 ശ്രീനാരായണ ഗുരുവിൻ്റെ കേട്ടോ. ശ്രീനാരായണ ഗുരുവിൻ്റെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണേ, മറന്നുകൊണ്ട്. സോ ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. 10ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തേ, വൈക്കം സത്യാഗ്രഹം. നിങ്ങൾക്കറിയാമല്ലോ, ഓപ്ഷൻ ബി ആയിരുന്നു ആൻസർ. എന്തായാലും ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് ചെയ്ത് നോക്കട്ടോ. നിങ്ങൾക്കൊന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, വാട്സപ്പിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മലയാളമൊക്കെ ഒന്ന് എടുത്ത് ചെയ്ത് നോക്കാം. നമുക്ക് ഇംഗ്ലീഷ് മലയാളമൊക്കെ എന്ത് ചെയ്യാം, അടുത്തൊരു ക്ലാസ്സിലായിട്ട് ഒന്ന് ചെയ്ത് നോക്കാം, ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട്. ഓക്കെ, ബൈ.